ഹായ് ഓൾ, എല്ലാവർക്കും ഐപ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കേറ്ററ്റ് എക്സാമിൻ്റെ കാറ്റഗറി 1 എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ടെൻറ്റേറ്റീവ് ആൻസർ കീയിലേക്ക് പോയാലോ? നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്തൊക്കെയാണ് നമ്മുടെ ആൻസർ, നമ്മൾ എഴുതി വെച്ച ആൻസറുമായിട്ടൊക്കെ റിലേഷൻ ഉണ്ടോ അല്ലെങ്കിൽ തെറ്റിപ്പോയോ എന്നെല്ലാം കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. എന്നിട്ട് അതനുസരിച്ച് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് കൂട്ടി വെക്കുക. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കാറ്റഗറി 1 പാർട്ട് 1 മാത്തമാറ്റിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏകദേശം 21 ക്വസ്റ്റ്യൻ മാത്സിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ 9 ക്വസ്റ്റ്യൻ പെഡഗോഗിയുടെ ഭാഗത്തു നിന്നുമാണ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത്. അത്യാവശ്യം തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയ ഒരു ശരാശരി വിദ്യാർത്ഥിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കുട്ടിയെക്കുറിച്ച് അവർക്ക് അത്യാവശ്യം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു മാത്സിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. അധികം കുഴപ്പിച്ചിട്ടില്ല, എന്നാൽ ആലോചിച്ച് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ചിത്രത്തിൽ ചതുരത്തിനുള്ളിൽ ഒരു ത്രികോണം വരച്ചിരിക്കുന്നു, ത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകൾ ഏത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ 31 ബി ആണ് ആൻസർ വരുന്നത്. 62 ഡിഗ്രി, 50 ഡിഗ്രി, അതേപോലെ 68 ഡിഗ്രി. 32ാമത്തെ ക്വസ്റ്റ്യൻ, സർഗാത്മക ഗണിത പഠനത്തിന് ഉദാഹരണമാകുന്നത് ഏതെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ എ ആണ്, ഓപ്ഷൻ എ ആണ്, പ്രകൃതിയിലെ ഗണിത പ്രത്യേകതകൾ കണ്ടെത്തുന്നത്. 33ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ചതുരത്തിന് 5 1/2 സെൻറ്റിമീറ്റർ നീളവും അതേപോലെ 3 1/3 സെൻറ്റിമീറ്റർ വീതിയുമുണ്ട്. ഈ ചതുരത്തിനുള്ളിൽ 1/2 സെൻറ്റിമീറ്റർ നീളവും അതേപോലെ 1/3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള എത്ര ചതുരങ്ങൾ അടുക്കി വെക്കാം? അത്യാവശ്യം ആലോചിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 110 ആണ്. 34, ജ്യാമിതിയുടെ ചലനാത്മക മനസ്സിലാക്കാൻ ഏറ്റവും അനുയോജ്യമായ ഗണിത സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, ജിയോജിബ്രയാണ്. 35, ക്ലാസ് മുറിയിൽ ഗണിത ഗെയിമുകൾ ചെയ്യുന്നതിൻ്റെ പ്രയോജനം എന്തെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗണിത ആശയങ്ങൾ ഉറപ്പിക്കാൻ എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. അതേപോലെ 36, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ ആകാവുന്ന സംഖ്യകൾ ഏതെന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 10 14 15. അതേപോലെ കലണ്ടറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഒരു കലണ്ടറിൻ്റെ അക്കങ്ങളാകുന്നത് ഏത്. അപ്പോൾ ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, ഫിഗേഴ്സിൽ ഓപ്ഷൻ ഡി ആയിട്ട് വരുന്ന ഫിഗറാണ് സെലക്ട് ചെയ്യേണ്ടത്. അതേപോലെ 38, 2500-നും അതേപോലെ 3000-നും ഇടയിലുള്ള പൂർണ്ണവർഗ്ഗങ്ങളുടെ എണ്ണം. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 4 എന്ന് പറയുന്നതാണ് ആൻസറായിട്ട് വരുന്നത്. അതുപോലെ 39, 0.375 അതിൻ്റെ ഭിന്നസംഖ്യ രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 3/8, ഓപ്ഷൻ ബി ആണ്, 3/8 ആണ് ആൻസറായിട്ട് വരുന്നത്. 40ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മട്ടത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ വശത്തിൻ്റെ നീളം 13 സെൻറ്റിമീറ്ററും ഏറ്റവും ചെറിയ വശത്തിൻ്റെ നീളം 5 സെൻറ്റിമീറ്ററുമാണ്. ത്രികോണത്തിൻ്റെ പരപ്പളവ് ചതുരശ്ര സെൻറ്റിമീറ്ററിൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 30 ആണ്. 41, ഒരു കേക്ക് ഉണ്ടാക്കാൻ 5 1/4 കപ്പ് ഗോതമ്പ് പൊടി ആവശ്യമാണ്. ഒരാൾ 2 3/5 കപ്പ് ഗോതമ്പ് പൊടി ഉപയോഗിച്ചു. ഇനി എത്ര കപ്പ് പൊടി വേണമെന്നുള്ളതാണ് ആൻസർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2 30/20 എന്ന് പറയുന്നതാണ് ആൻസറായിട്ട് വരുന്നത്. അതും അത്യാവശ്യം ആലോചിച്ച് ചെയ്യേണ്ട തന്നെ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഓപ്ഷനിലെ ക്വസ്റ്റ്യൻ 42, ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ചിത്രത്തിൽ കോൺ വൈയുടെ അളവ് എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 20 ഡിഗ്രി ആണ്. 43, ഒരു കുട്ടി കുറേ ത്രികോണങ്ങൾ വരച്ച് കോണുകൾ അളന്ന് തുക കണ്ടുപിടിച്ചു. ശേഷം ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക 180 ഡിഗ്രി എന്ന നിഗമനത്തിലെത്തി. ഗണിത പഠനത്തിലെ ഏത് രീതിയാണിത്? 43ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആഗമനിക രീതി എന്ന് പറയുന്നതാണ് ആൻസറായിട്ട് വരുന്നത്. 44, ഗണിത ഗവേഷണത്തിനും പ്രോത്സാഹനത്തിനും നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരം എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ എ, ഫീൽഡ് മെഡലാണ്. 45, ഒരു സംഖ്യ 10% വർദ്ധിപ്പിച്ചതിന് ശേഷം 10% കുറച്ചാൽ ആദ്യ സംഖ്യയേക്കാൾ കൂടുതലോ കുറവോ എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കാനാണ്. ആൻസർ ഓപ്ഷൻ ബി, 1% കുറവെന്നുള്ളതാണ്. 46, 2/3-നും അതേപോലെ 3/4-നും ഇടയിലുള്ള ഭിന്നസംഖ്യ നമ്മളെല്ലാ PSC എക്സാമിനും അറ്റൻഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 7/10 എന്ന് പറയുന്നതാണ് ആൻസറായിട്ട് വരുന്നത്. 47, ഒരു കൃതിയെക്കുറിച്ചാണ് സിദ്ധാന്ത ശിരോമണി എന്ന ഗണിതകൃതി എഴുതിയതാര്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഭാസ്കരാചാര്യാണ്. അതുപോലെ 48, എക്സ് ഏത് സംഖ്യ ആകുമ്പോഴാണ് ചുവടെയുള്ള സമവാക്യം ശരിയാകുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, -7 ആണ്. 49, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഗണിത പഠന രീതി അല്ലാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മനപ്പാഠ രീതിയാണ്. അതേപോലെ 50 എന്ന് പറയുന്നത് സോൾവ് ചെയ്യാനുള്ളതാണ്, സോൾവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 എന്ന് പറയുന്നതാണ് ആൻസർ. നമ്മൾ ഈ തന്നിരിക്കുന്ന സ്ക്വയറും കാര്യങ്ങളും എല്ലാം സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസറായിട്ട് കിട്ടുന്ന ഓപ്ഷൻ ബി ആണ്, 1 ആണ്. അടുത്ത ഒരു ഫിഗർ തന്നിട്ടുണ്ട് ചിത്രത്തിൽ. 51ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ തുല്യമായ കോണുകൾ ഏതൊക്കെയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻസർ ബി ആണ്, 1 5 3 എന്ന് പറയുന്നതാണ് ആൻസറായിട്ട് വരുന്നത്.
52 ഒരു റിബണിൻ്റെ നീളം മറ്റൊരു റിബണിൻ്റെ നീളത്തിൻ്റെ 2/3 മടങ്ങാണ്. വലിയ റിബണിൻ്റെ നീളത്തിൻ്റെ എത്ര ഭാഗമാണ് ചെറുതിൻ്റെ നീളം? അതും അത്യാവശ്യം നമ്മൾ ആലോചിച്ച് തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 3/8 ആണ്. 53 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന സംഖ്യകളുടെ ബീജഗണിത രൂപം എഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 3n+2 എന്ന് പറയുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 54 8ന്റെ ഘടകങ്ങളുടെ വ്യുൽക്രമങ്ങളുടെ തുക എന്ത്? റെസിപ്രോക്കൽസിന്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ 50/8 15/8 എന്ന് പറയുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 55 x = 4ഉം y = 3ഉം ആകുമ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. സംഖ്യ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 7/12 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 7/12 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതേപോലെ 56 ഗണിതമില്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം ഗണിതമാണ്, നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം സംഖ്യകളാണ്. ഈ വാക്കുകൾ ആരുടേതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ശകുന്തളാദേവിയാണ്. അതേപോലെ 57 245 നിന്ന് ഏത് സംഖ്യ കുറച്ചാലാണ് 378 കിട്ടുക? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ ഓപ്ഷൻ സി -133 133 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 58 ലോവർ പ്രൈമറി തലത്തിൽ ഭിന്നസംഖ്യാ പഠനം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് ഗണിതശാഖയിൽ ആണ് ഉൾപ്പെടുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അംഗഗണിതം എന്ന് പറയുന്നതാണ്, അരിത്തമെറ്റിക് എന്ന് പറയുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതേപോലെ 59 30ന്റെ 40%-ന്റെയും 40ന്റെ 30%-ന്റെയും തുക 60ന്റെ എത്ര ശതമാനമാണ്? അത് അത്യാവശ്യം ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 40 ആണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് 16th ക്വസ്റ്റ്യൻ ആണ്. ഒരു വാർഡിലെ പുരുഷ വനിതാ വോട്ടർമാരുടെ എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധത്തിന്റെ റേഷ്യോയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 10:11 ആണ്. സ്ത്രീ വോട്ടർമാരുടെ എണ്ണം 1397 ആണ്. പുരുഷ വോട്ടർമാരുടെ എണ്ണം എന്താ നമ്മൾ ചെയ്യാൻ പഠിച്ചിട്ടുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1270 ആണ്. അപ്പോൾ ഇത്രയാണ് മാത്സിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. എല്ലാവരും ആൻസർ ചെക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എല്ലാ ആൻസറും അറ്റൻഡ് ചെയ്തു, അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റ് വീഡിയോസുമായിട്ട് അടുത്ത സെക്ഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.